അറിയോ? സംഭവം നമ്മുടെ സ്റ്റുഡിയോയിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് സോഫ്റ്റ് ഡ്രിങ്ക്സും അതുപോലെ തന്നെ ഒരുപാട് എനർജി ഡ്രിങ്ക്സും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ഒരു സൂത്രപ്പണിയാണെന്ന്. സംഭവം വേറെ ഒന്നുമല്ല, നമ്മൾക്ക് ഇന്ന് ചെറിയൊരു ഗെയിം നമ്മുടെ പിള്ളേർക്ക് വേണ്ടി സെറ്റ് ചെയ്തതാണ്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ കാണുന്ന എല്ലാ ഡ്രിങ്ക്സും നമ്മൾ യൂസ് ചെയ്തിട്ട് ഇന്ന് നമ്മളൊരു വാമ്പയർ ഡ്രിങ്ക് കൂടി ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ഡ്രിങ്ക് കളക്ഷൻസ് നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ കടയിൽ കിട്ടുന്ന തുടങ്ങി നമ്മുടെ ചാർജഡ് തുടങ്ങി കൊക്കക്കോള, പിന്നെ ഇതൊക്കെ എന്താണിത്, പോപ്പ് ഗോലി, നമ്മുടെ മസാല മോര്, പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്രൊഡക്ടർ മച്ചാൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡ്രിങ്ക് ആണ് ഈ പ്രൊഡക്ടർ എന്ന് പറയുന്നത്. പിന്നെ മോൺസ്റ്റർ ഉണ്ട്, മോൺസ്റ്ററിൽ തന്നെ ഇത് നോക്കിയാടാ ജ്യൂസ്ഡ് മോൺസ്റ്റർ, അതുപോലെ സാധാ മോൺസ്റ്റർ, പ്രൈം വേണ്ട കൊടുക്കത്ത പൈസ ഇതിന് പ്രൈം വരുന്നുണ്ട്. നമ്മുടെ ലോകം പോളിന്റെ അല്ലടത്, ലോകം പോളിന്റെ സ്വന്തം പ്രൈം. അതിന്റെ 3 വെറൈറ്റി ഉണ്ട്. റെഡ് ബുള്ള് നോക്കുകയാണെങ്കിൽ ഷും എല്ലാ ഫ്ലേവറും, കൊക്കക്കോള, മിറിൻഡ, നമ്മുടെ പെപ്സി ഉണ്ട്, മൗണ്ടൻ ഡ്യൂ. ഇന്ത്യക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രിങ്ക് ആണ് മൗണ്ടൻ ഡ്യൂ എന്ന് പറയുന്നത്. ഇതന്നെ നമ്മുടെ എന്താ പറയാ, നമ്മുടെ ഡ്രിങ്കിന് ഏറ്റവും പവർ കൊടുക്കുന്ന വാളംപുളിയുടെ ഡ്രിങ്ക് ആണ്. വാളംപുളിയുടെ എന്തൊരു സംഭവം, ഇത് മിക്കവാറും പണി തരാൻ വഴിയുണ്ട്. കരിമ്പും ചെറുനാരങ്ങയുള്ള സാധനം വെറൈറ്റി, അത് കിട്ടാവുന്ന എല്ലാ വെറൈറ്റി നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഫിസിന്റെ ബിറിന്റെ ടേസ്റ്റുള്ള സാധനം ഇത് നോക്കിയാൽ നമ്മുടെ ക്യാൻ തന്നെയാണ്, ട്രാൻസ്പെറന്റ് ആണ്. അതിന്റെ മാംഗോ വരുന്നുണ്ട്, ഗ്രീൻ ആപ്പിൾ, കിവി, കുറെ വെറൈറ്റി നമ്മൾ ഇതിനെ കാണാത്ത പല സാധനങ്ങൾ ഇവിടെ ഇങ്ങനെ നിരത്തി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോ ഈ കാണുന്ന ഡ്രിങ്കുകൾ വെച്ചിട്ട് ഇതിപ്പോ ഓരോന്ന് ഞാൻ പരിചയപ്പെടുത്താൻ കഴിഞ്ഞാൽ ഇന്ന് തീരൂല, അത്ര അധികം വെറൈറ്റി സാധനങ്ങൾ നമ്മൾ ഒപ്പിച്ചിട്ടുണ്ട്. അപ്പോ ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മുടെ പണി തുടങ്ങുന്നത്. അപ്പൊ മച്ചന്മാരെ, ഈ വളരെ രുചികരമായ ഡ്രിങ്ക് ടേസ്റ്റ് ചെയ്യാനും അതുപോലെ നമ്മുടെ മത്സരത്തിൽ പങ്കെടുക്കാനുമായി നമ്മുടെ സ്വന്തം അജു മച്ചാനെ അതുപോലെ തന്നെ കിരൺ മച്ചാനെ ഇതെന്താണ് വലിയ കണ്ടെയ്നറൊക്കെ ഇതിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. എന്റെ പൊന്നു, അപ്പൊ ഇത് നമ്മളുടെ വാമ്പയർ ഡ്രിങ്ക് ഉണ്ടാക്കാനുള്ള വലിയ വലിയ അക്വേറിയം അതല്ലേ, തീരും ഇന്നൊന്നില്ലെങ്കിൽ തീർക്കും അല്ലെങ്കിൽ തീരും, അത് ഉറപ്പാണ്. അപ്പോ ഈ കാണുന്ന നമ്മളുടെ കണ്ടെയ്നറിലാണ് നമ്മളുടെ വാമ്പയർ ഡ്രിങ്ക് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിപ്പോ നമുക്ക് 2 സൈഡിലേക്ക് ആക്കാല്ലേ, അപ്പൊ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വാമ്പയർ ഡ്രിങ്ക് ഉണ്ടാക്കാനുള്ള ഡ്രിങ്ക്സ് മൊത്തം റെഡിയാണ്. അത് ടേസ്റ്റ് ചെയ്യാനുള്ള നമ്മുടെ മച്ചന്മാര് റെഡിയാണ്. അതിന്റെ കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള വലിയ കണ്ടെയ്നർ റെഡിയാണ്. പിന്നെ നമ്മുടെ കയ്യിൽ ഇത്തിരിയോളം പൈസ ഇരിപ്പുണ്ട്. എന്തിനാണെന്നറിയോ, ഇത് ഒരു ഗസ്സിംഗ് ചലഞ്ചാണ്. ഇത്ര അധികം എനർജി ഡ്രിങ്ക് കൂടി ഇരിക്കുകയല്ലേ, അപ്പൊ നമ്മുടെ പിള്ളേർക്ക് ഇത് കണ്ണടച്ച് ഇതിന്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഗസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. പറ്റും പറ്റാത്ത സാധനം നോക്കി നമുക്ക് കൊടുക്കണോ കേട്ടോ. അപ്പൊ ഒരു ഡ്രിങ്ക് ഗസ് ചെയ്ത് അപ്പൊ ഞാൻ 500 രൂപ വെച്ച് തരും. ഉറപ്പാണോ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് കണ്ണ് മൂടിക്കെട്ടൽ പരിപാടിയാണ്. അപ്പൊ അവന്റെ ഒരു ചെറിയ ഗ്യാപ്പ് പോലും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അതേ രീതിയിൽ നല്ല ടൈറ്റ് ആക്കി വെക്കണം. അപ്പൊ നമ്മള് നോക്കുകയാണെങ്കിൽ വാമ്പയർ ഡ്രിങ്കിന്റെ പരിപാടി തുടങ്ങണം. അപ്പൊ ആദ്യമായിട്ട് നമ്മള് മാന്നാണ്ട തുടങ്ങണം. നമ്മുടെ മാജൂസിൽ നിന്നാണ് തുടങ്ങുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ഇത്. അപ്പൊ എന്തായാലും ഉറപ്പിച്ചോ മാ തരൂല. ഓക്കേടാ, ഓക്കെ. അപ്പൊ അജു മത്സരിക്കാൻ റെഡി ആയിട്ട് നിക്കാണ്. എടാ മറ്റേത് ചോദിച്ചു നോക്കിയടാ, 1 കാണാൻ പറ്റണ്ടാന്ന്. അപ്പൊ കാണുന്നില്ല. അപ്പൊ ഓക്കെയാണ്, അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഞങ്ങൾ സമ്മതിച്ചു. അപ്പൊ നമ്മൾ ഒരു ജ്യൂസ് പൊഴിച്ചിട്ടുള്ളൂ. എന്തായാലും നമ്മുടെ മത്സരത്തിലേക്ക് കിടക്കാം. ആദ്യത്തെ മത്സരാർത്ഥി അജു ആണ്. അപ്പൊ കണ്ണ് കെട്ടി വെള്ളം കുടിച്ച് ഗസ്സിംഗ് മത്സരത്തിൽ ആദ്യമായി അജുവിനെ റെഡിയാക്കിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്ന ഡ്രിങ്ക് ഏതാണെന്ന് വെച്ചാൽ ഓക്കേ. അപ്പോ നമ്മള് കയ്യില് ടിന്ന് കൊടുക്കൂല കേട്ടോ. എന്താണെന്നറിയോ, ചിലപ്പോ ടിന്നൊക്കെ വെച്ച് അടയാളമൊക്കെ വെച്ചിട്ടുണ്ടാവും, അടിയിൽ ചെളിക്കൊക്കെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ തന്നെ പൊട്ടിക്കാണേ. ഓക്കെ, അതർക്ക് നല്ല ടേസ്റ്റ് ഇല്ലേ? മോൺസ്റ്റർ ആണ്. എടാ 500 അടിച്ചോ. ഇപ്പൊ തന്നെ പൈസ കൊടുക്കട്ടെ. അങ്ങനെ ആദ്യമായി ഞാൻ വിചാരിച്ചില്ലട്ടോ, ഞാൻ ആ സൈഡിൽ നിന്നൊക്കെ സൗണ്ട് ഉണ്ടാക്കി പിടിച്ചതാ. പക്ഷെ കണ്ടുപിടിച്ചതോ ഇനി നമുക്ക് നമ്മുടെ സ്വന്തം ഭൗമികിരണാണ് മത്സരിക്കാനായിട്ട് പോകുന്നത്. എടാ കാണരുത്, ഒരു ഹോൾ പോലും ഉണ്ടാവരുത്. അതായിരിക്കും നല്ലത്. ക്രിസ്മസ് അപ്പാപ്പനല്ലടാ. വെറൈറ്റി സാധനമാണ് നമ്മൾ കൊടുക്കാനായിട്ട് പോകുന്നത്.
ഓക്കെ. ആ അപ്പോ നമ്മുടെ ഭൗമികിരണമുള്ള സാധനമാണ് എടുത്തത്. ഇത്ര നിന്ന് എന്ത് മനസ്സിലായി? ഗ്യാസ് ഉണ്ട്. ഗ്യാസ് ഉണ്ട്. പറ. ഇത് സോഡ. കറക്റ്റ് പറയണം. സോഡ വെള്ളം. ഓ ഒരു ഭാഗ്യം ഉണ്ടാണ്. ഇത് വെറുതെ സോഡ ആയിരുന്നടാ. നിനക്ക് കിട്ടി 500. ഇതിലുണ്ട്. ഏലിയൻ ഡ്രിങ്ക് ഇതിലേക്ക് തന്നെ പോട്ടെ. സോഡ വെള്ളം, സോഡ വെള്ളം. ദൈവമേ, അവൻ 500 കാര്യം മറന്നോണേ. പൈസ തരും. അങ്ങനെ വീണ്ടും കിട്ടിയിരിക്കുന്നു നമ്മുടെ കിരൺ മോന് 500. വീണ്ടും അല്ല, ആദ്യമായിട്ടാണ് നിനക്ക് കിട്ടണത്. എനിക്ക് കിട്ടിക്കൂലടാ. ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഏറ്റവും എളുപ്പമായിട്ടുള്ള സാധനമാണ്. അപ്പൊ നമ്മള് ഏറ്റവും എളുപ്പമുള്ള സാധനം നോക്കി എടുക്കാണേ. പോയി. അയ്യോ പറ. എന്തോ വെള്ളമാണ്. എന്തോ വെള്ളമാണ്. ആ പറ. ഗോലി സോഡയാണ്. ഗോലി സോഡ അല്ല. അന്നേ എനിക്കറിയാം നിന്റെ സൗണ്ട് കേൾക്കുമ്പോ ഗോലി സോഡ എന്ന് പറയുന്നത്. അതുകൊണ്ട് സംഭവം മിക്സ്ഡ് ബെറീസ് ആണ്. ഗോലി ഉണ്ടായില്ലേ? വെറൈറ്റി കളർ ഉണ്ടാ. അയ്യോ ഇതെന്താ കീഴാത്ത ഇങ്ങനെ ഒഴിക്കണം തോന്നണ്ടാ. അപ്പൊ നമ്മുടെ ഗോലി സോഡ ബബിൾസ് അല്ലേ? ജെല്ലി. അതിന്റെ ഉള്ളിൽ നോക്കടാ. നോക്കി ജെല്ലി വേണം. അയ്യോ ഒറ്റടിക്ക് ജെല്ലി പോയടാ. ഉള്ളിലുണ്ട് കണ്ട ഓരോ പീസ് വീണണ്ട. വെറൈറ്റി കളറായി. ആ അതെ, ഗോലി സോഡയുടെ ഉള്ളിലുള്ള ഗോലി നോക്കി. ഇതൊക്കെ ഇത് കഴുകിയിട്ടായിരിക്കും അവരിടുന്നത്. സംഭവം കാണാൻ രസമുണ്ട്. നമ്മുടെ ഗോലി സോഡ പണ്ടത്തെ ചില്ലിന്റെ ഗോലി സോഡ ഇല്ലേ, അതുപോലത്തെ ഇപ്പൊ വരുന്ന പ്ലാസ്റ്റിക്കിന്റെ. ഇല്ല ഭംഗിക്കല്ല, മറ്റേ സാധനം അടിക്കുമ്പോ ഇത് സംഭവം കണ്ട ഇങ്ങനെ ഒന്ന് ലോക്കാവും. വെറൈറ്റി സാധനം ഉണ്ടാ. ഇത് നീ ജന്മത്ത് ഗസ് ചെയ്താ കിട്ടാത്ത സാധനമാണ് നമ്മ തരാൻ പോണത്. കണ്ണ് പൊത്തി തന്നെ പിടിച്ചോട്ടോ എന്റെ. റെഡി അല്ലേ? കുടിച്ചോ കുടിച്ചോ. പറ പറ പറ. ഇതെന്താണ് പശുവാ? ആ ഒന്നുകൂടി കുടിച്ചോ. ആ കാണിക്ക. ഇത് കുഴിച്ചിട്ട് അറിയില്ല. ചാർജഡ് കണ്ടിട്ടില്ല ഞാൻ കുടിച്ചതിന് മുമ്പ്. പിടിച്ചത് ചാർജഡ്. ഇതാകെ കുടിച്ചിട്ടുള്ളതാ. ബുദ്ധി ഇത് നാക്കിന്റെ പവറുണ്ടാ. എടാ പിന്നെ വീണ്ടും കിട്ടിയിരിക്കുന്നു കൗട്ടയ്ക്ക് ഒരു 500. ഞാനില്ലേ കെട്ട് മൊത്തം തീർത്തിട്ടേ പോവുള്ളൂ. അപ്പൊ ഇനി ബാക്കി മത്സരം പിന്നീട് ആവാം, അല്ലെങ്കിൽ പൈസ മൊത്തം തീർന്നു. ഇവരൊക്കെ കുടിച്ച് റെഡി ആയി വന്നിട്ട് തോന്നണേ. ഇത് എന്നിട്ടാണ് ഇതൊക്കെ സാധാരണ ആപ്പിൾ ഡ്രിങ്ക്. ഇത് ബ്ലാക്ക് കറണ്ട്. ഇതിന്റെ ഉള്ളിലേക്ക് മറ്റേ സാധനം തന്നെയാടാ പ്രണേ. മറ്റേ ഉണ്ട കണ്ട, അതിന്റെ ഉള്ളില് മറ്റേ സാധനം ഉണ്ട്, ജെല്ലിക്കട്ട. ഇഷ്ടമായില്ല അതിന്റെ ഉള്ളിൽ മറ്റേ കരിക്കരിഞ്ഞിട്ട പോലത്തെ സാധനം അല്ലേ? കരിക്കും വെള്ളം. ഇതാണ്. വേറെ തേങ്ങ വെള്ളം ഉണ്ട് കേട്ടാ. ഇത് അറബി നാട്ടിൽ നിന്ന് വരുന്ന തേങ്ങ വെള്ളമാണ്. തേങ്ങ വെള്ളം ഇത്. ഓ ഇത് മറ്റേ ഈന്തപ്പന നാട്ട് കെട്ടിയെടുത്താണ് കരിക്കും വെള്ളമാണ്. നല്ല വെറൈറ്റി സാധനമാണ്. അവന് വേറെ സാധനം കൊടുക്കണോട്ടെ. പിന്നെ വെറൈറ്റി സാധനം. അപ്പൊ വൈകി വന്ന എഡ്വിൻ മോന് എന്തായാലും നമ്മളുടെ ഗസ്സിംഗ് ചലഞ്ച് പറഞ്ഞുകൊണ്ട് വെച്ചോട്ടെ. അവനെ തൊപ്പിയിലിട്ടോ. ഇവന് വേണ്ടി വേറെ തൊപ്പി തലേ കയറില്ല. അപ്പൊ എന്തിന്റെ സംഭവം എന്ന് അറിയോ? നീ കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാഷ് പ്രൈസ് കിട്ടും. ഇതാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നേ.
കുഴിക്കണതുകൊണ്ട് പെപ്സി കൊക്കക്കോള വിജയിച്ചിരിക്കുന്നു. ഒരെണ്ണം കൂടി കൊടുക്കാം, ഒരെണ്ണം കൂടി ഇല്ലാതെ കൊടുക്കാം. പെപ്സി പെപ്സി ഒരെണ്ണം കൂടി കൊടുക്കാം, ഒരു അല്ല. chance കൂടി കൊടുക്കാം, ആ, ഒരു chance കൂടി. എന്തായാലും ഒരു ചാൻസ് കൂടി കൊടുക്കട്ടെ. ഓരോ തവണ ഓരോ ചാലഞ്ച് നമ്മൾ ചെയ്യുമ്പോഴേക്കും അത് നമ്മുടെ വാമ്പിയർ ഡ്രിങ്കിൽ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഏലിയൻ ഡ്രിങ്കിന്റെ ബാക്കി പണി നമ്മൾ സെറ്റ് ആക്കുകയാണ്. ഇനി അടുത്തതായിട്ട് വരുന്നു. എടാ ഈ സാധനം നമുക്ക് ടേസ്റ്റ് ചെയ്യണം ഞാൻ വിചാരിച്ചായിരുന്നു. നോക്കി, സാധാരണ നമ്മൾ മോൺസ്റ്റർ കുടിച്ചിട്ടുണ്ടെങ്കിലും ഇതൊക്കെ വെറൈറ്റി സാധനം. ജ്യൂസ്ഡ് മോൺസ്റ്റർ സൂപ്പറാണ്. നല്ലതാണ്. സൂപ്പറാ. ഓറഞ്ചിന്റെ ഒക്കെ ഒരു ഫ്ലേവർ ഉണ്ട് ചെറിയ ഇല്ലേ? അതെ, ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓ ദേ ഉണ്ണിക്ക് കൊടുക്കും. ഉണ്ണി കുറെ നേരം ക്യാമറ വെച്ച് നിൽക്കണേ. കുടിച്ചോട്ടെ, അമ്മ കുടിച്ചോ. അപ്പൊ ദേ നമ്മുടെ ജ്യൂസി മോൺസ്റ്റർ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇച്ചിരി ഒരു കളർഫുൾ ആക്കിയിട്ട് ബട്ടർഫ്ലൈ എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്. പ്രീമിയം ലുക്ക് ഉണ്ട് സാധനത്തിന്. അപ്പൊ ദേ നമ്മുടെ ഇനി അടുത്തത് വെറൈറ്റി ആണ് എടുക്കാൻ പോണത്. Monster. അടുത്ത വെറൈറ്റി എന്ത് വെറൈറ്റി ആണ്? പുള്ളി വെള്ളം. ഇത് ഞാൻ കുറെ നേരമായിട്ട് കുടിച്ചു നോക്കണം. ഒരു സാധനം ഉണ്ട് നോക്കി, നമ്മുടെ നാട്ടിലെ വാളംപുളി ഇല്ലേ, വാളംപുള്ളിയുടെ വെള്ളം ഉണ്ടോ? പുക കഴിഞ്ഞ് പുകയും മിക്കവാറും ഏറ്റവും ഇഷ്ടം. ഇല്ലേ ഈ ടേസ്റ്റ് പക്ഷെ രസം കിട്ടത് സാധനം കൊള്ളാം. നോക്കി, വാളംപുളിയുടെ ഡ്രിങ്ക് ഞാൻ ആദ്യമായിട്ടുണ്ട് കാണുന്നത്. ഓ, വാളംപുളി വെള്ളം. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നു പ്രൈം. ഭയങ്കര ഹൈപ്പുള്ള വെള്ളം ഉണ്ടാ. അയ്യോ, പൈസ ഇത് ഇതൊക്കെ കുടിച്ചതുകൊണ്ടാണ് നമുക്ക് അതല്ല ടേസ്റ്റ്. കറക്റ്റ്. അവൻ കുടിക്കാത്ത ആളല്ലേ. പ്രൈം കുടിച്ച് നോക്കിട്ട് എങ്ങനെയുണ്ടെന്ന് പറയട്ടാ. അതിന്റെ ഹൈപ്പ് അല്ലേ? ഇതെങ്ങനെ കുടിക്കണേ? പ്രൈമിന്റെ കുറെ ഫ്ലേവർ ഉണ്ട് കേട്ടാ. ഇഷ്ടമാണത്. ലെമൺ നാരങ്ങ വേണോ? ആർക്കുണ്ട്? ലാസ്റ്റ് ആയിട്ടുള്ളൂ. അവന് കൊടുക്കാ. ഇതിനും ഭേദം തന്നെയായിരുന്നു. എന്നാ കുടിക്കി. സത്യം പറയല്ല, സാധനം കൊള്ളൂല. ബെനിഫിറ്റ് ഒക്കെ ഉണ്ടാവും, ചിലപ്പോ എനർജി ബെനിഫിറ്റ് ഉണ്ടാവും. പക്ഷെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമായില്ല. ബോൾ ഗ്രേപ്പ് അടിപൊളിയാ. ആദ്യം മുകളിൽ കുറച്ച് വെള്ളം ഉണ്ടാവും, അത് കളയണം. എന്നിട്ട് കുലിക്ക് കുലിക്ക് മുന്തിരി ജ്യൂസ്. വാവ്, മഞ്ഞ. കുറെ നേരം മഞ്ഞ കാണാണ്ടിരിക്കുന്നു. അയ്യോ കൊറോസോൾ. കളറ് കാണുമ്പോ തന്നെ കുടിക്കാൻ തോന്നും. ഏട്ടാ, മറ്റേ സാധനം. കഷായം. അടുത്ത സാധനം വെറൈറ്റി ആണ്. കരിമ്പ് ജ്യൂസ് ക്യാനിലാക്കിയതാണ്. എടാ, ഇത് നമ്മൾക്ക് ചിലപ്പോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്നില്ല. ചിലർക്ക് ഇത് ഭയങ്കര ഇഷ്ടമുള്ളതുണ്ടാവും അല്ലേ? കളറില്ലാത്ത വെള്ളം. ദേ ആപ്പിൾ വെറുതെ ക്യാനിലാക്കിയേക്കണ വെള്ളോട്ട. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടാ. ഗ്രീൻ ആപ്പിള്. ഇത് കുഴപ്പമില്ല, കുടിച്ചോ. സോഡയുണ്ട്, ഫ്ലേവേർഡ് സോഡ. ഒരു രസമൊക്കെ ഉണ്ട്. ലോങ് ടൈം എല്ലാം മീൻ തന്നെ. പക്ഷെ ആപ്പിളിന് ഒരു ഇതുണ്ട് കേട്ടോ. ആപ്പിളിന് ഗ്രീൻ ആപ്പിളിന്റെ ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഇനി ഇതേ കൊക്കക്കോളയാണ് മിക്സ് ചെയ്യാൻ പോകുന്നത്. കൊക്കക്കോളയും പെപ്സി ഇല്ലാണ്ട് എന്താ ആഘോഷം? പെപ്സി എവിടെയാ? ചുവന്ന ഫിസ്സുകൾ വരുന്നത്. അത് തുറക്കുമ്പോ സൗണ്ട് കേൾക്കണമായിരിക്കും. ഫിസ് വരട്ടെ. റെഡ് ബുൾ നമ്മൾ വിട്ടുപോയി. 2 റെഡ് ബുൾ എടുക്കൂ. ഡ്രാഗൺ ഫ്രൂട്ട്. ഇത് കിടക്കാരി സാധനം ഉണ്ട്. ചുമപ്പ റെഡ് ബുള്ള് ഞാൻ കുടിക്കാറുള്ളതാ. റെഡ് ബുൾ ഗിവ്സ് യു വിങ്സ്. എന്നിട്ട് വേറെ സാധനം കുടിച്ചു നോക്കില്ലല്ലോ. മാങ്ങ സോഡ നല്ലതാ. മസാല മോർ. ഇതെടയില് ചേരണം. ഇതൊക്കെ വന്നാലല്ലേ പവറുള്ളൂ. മസാല മോരണ്ടാ. ഇന്ന് പിരിയും. മസാല മോര്. ആയി കാണുമ്പോ തന്നെ കണ്ണു മഞ്ഞ. മസാല മോര് തുടങ്ങി പ്രൈം വരെ നമ്മള് ഇതിൽ ചേർക്കുന്നുണ്ട്. ഇനി ഉള്ളതൊക്കെ പടപടാന്ന് പോരട്ടെ. മസാഗയാ. ഓ എടാ, ഇത് കരിക്കിന്റെ വെള്ളം. കരിക്ക് മറ്റേ കട്ട സുനാപ്പിലുള്ളത് കണ്ട. എന്റെ ഉള്ളിൽ നിന്ന് കണ്ട. കുടിച്ചോക്ക്. ഒഴിച്ച മക്കളെ. തീർന്നിട്ടാറേ. റെഡി, 1 2 3 ഗോ.
Yabang, kubang, jabang. അങ്ങനെ നമ്മളുടെ കൊക്കക്കോള പെപ്സി മിറിണ്ട തുടങ്ങിയ സാധനങ്ങൾ നമ്മൾ ഇതിൽ ഒഴിച്ചിരിക്കുകയാണ്. കളർ മാറി പതഞ്ഞ് സിമന്റ് ഒക്കെ കൂട്ടണ പോലെ. അപ്പൊ നമ്മുടെ പോമോഗ്രാനൈറ്റിന്റെ വെള്ളം ഒയ്യോ പവറായി സൂപ്പർ. ദേ അങ്ങനെ എല്ലാ വർണ്ണങ്ങളും ചേർത്തുകൊണ്ടിരിക്കുകയാണ്. മോൾ ഭാഗത്ത് കുറച്ച് പതയൊക്കെ വരുന്നുണ്ട്, അടിയിൽ വെള്ളമായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. ഗോലി സോഡ, ഗോലി സോഡ, നീല സോഡ. എന്ത് പഴമായിരിക്കും നീല കളറുള്ളത്? ഒഴിച്ചോ, ഒരു കുറവ് വരുന്നുണ്ട. അങ്ങനത്തെ ആകാംക്ഷയോടെ നമ്മൾ കാത്തിരുന്ന നമ്മളുടെ സ്വന്തം വാമ്പയർ ഡ്രിങ്ക് നമ്മുടെ മുമ്പിൽ റെഡി ആയിരിക്കാണ്. അടുത്തതായി ഇളക്കൽ പരിപാടി. വേണ്ട അതിന് ഫുള്ള് ശക്തി നമുക്ക് കിട്ടണമെങ്കിൽ നല്ലോണം ഇളക്കണം, എന്നാലേ നമ്മുടെ ഇത്ര മതിയാവും തോന്നുന്നു. നമ്മുടെ വാമ്പയർ ഡ്രിങ്ക് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. എല്ലാവരും ഒരേ ക്ലാസ് എടുത്തോ. ഡിസ്ക്ലെയിമർ, ഈ കാണുന്ന ഡ്രിങ്ക് ആരും തന്നെ വീട്ടിൽ അനുകരിക്കാൻ പാടുള്ളതല്ല. അനുകരിച്ച് എന്തെങ്കിലും വന്നാൽ പ്രത്യേകിച്ച് ഞങ്ങൾ ഉത്തരവാദിയായിരിക്കുന്നതല്ല. ഓ, കാണുമ്പോ തന്നെ കുടിക്കാൻ തോന്നാ. ഇത് നല്ല ക്രിസ്റ്റൽ ക്ലിയർ അല്ലാത്ത വെള്ളം. ഓ, നോക്കാം നമുക്കെന്നാ ടെസ്റ്റ് ചെയ്യണേ. റെഡി, 1 2 3 ഗോ. Cheers. ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ഉണ്ടാ? എനിക്ക് ഇപ്പൊ അത് നിക്കണോണ്ട് കുടിക്കാനൊരു ഇത്. അത് കുഴപ്പമില്ല, നീ കുടിച്ചാൽ നോക്കട്ടെ. സ്ട്രോ ഉണ്ടെങ്കിൽ ഞാൻ കുടിക്കാം. എനിക്ക് ഈ മൂഡിൽ ഇങ്ങനെ ഇരിക്കാൻ ഇഷ്ടമല്ല. സ്ട്രോ ഉണ്ടെങ്കിൽ ഞാൻ കുടിക്കാം. സ്ട്രോ ഉണ്ടാ? സ്ട്രോ വേണ്ട മോനല്ല. സ്ട്രോ തരാൻ ഞാൻ കുടിക്കാം. വേണ്ട, ഉടായിപ്പാടിക്കാനടാ. സത്യമായിട്ട് കുടിക്കും. സ്ട്രോ തരാൻ ഞാൻ സത്യം. നീ സ്ട്രോ ഇല്ലാണ്ട് കുടിച്ചാൽ മതി. സംഭവം ടേസ്റ്റ് ഒക്കെ ഉണ്ട്. കുടിച്ചത് എത്ര തീർത്ത് അളവ് വേണമെങ്കിൽ മാർക്ക് ചെയ്ത് വെച്ചോ. നോക്കട്ടെ എത്ര ഉണ്ട്. ഓക്കെ, നീ പിടിയുടെ ഇവിടുന്ന് എത്ര ഉണ്ട്? 1.5 സെന്റിമീറ്റർ പിടിക്ക് താഴേക്ക് തരാം. ഞാൻ കുടിച്ചു ഗ്യാസ് ഒക്കെ വേണ്ടിട്ടല്ലോ. ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. തല കറങ്ങണ പോലെ തന്നെയുണ്ട്. തീർക്ക് ധൈര്യം തീർക്ക്. ഇതിനെ കൊണ്ടുപോകേണ്ടി വരും. ഞാൻ നിർത്തിട്ടാ. എനിക്ക് പക്ഷെ ടേസ്റ്റ് ഉണ്ട്, ടേസ്റ്റ് ഉണ്ട്. പക്ഷെ എനിക്കൊരു പേടി ഇവിടെ വെച്ചിട്ട് എന്തെങ്കിലും പണി തുടങ്ങുന്നതാണ്. എനിക്ക് തലക്കൊക്കെ എന്താ ആവണ പോലെ. എന്റെ ഇത്ര ഉണ്ടായിരുന്നു, ഞാൻ എത്ര കുടിച്ചു. പറയണേക്ക് സംഭവം ഇത്ര ഉണ്ടായി, ഞാൻ എത്ര കുടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷെ എനിക്ക് പേടിയുണ്ട്. ഞങ്ങൾക്ക് കാരണം പലവിധമായ ഡ്രിങ്കുകൾ, അതിന്റെ കൂടെ മോര്, സോഡ, പാല്, മിൽക്ക് ഷേക്ക്, പിന്നെ കരിക്ക് വെള്ളം, മാങ്ങ, മോൺസ്റ്റർ, പിന്നെ എല്ലാം പുളി വെള്ളം. പുളി വെള്ളത്തിന്റെ ടേസ്റ്റ് പക്ഷെ ഇതിൽ കിട്ടുന്നുട്ടാ. ഓറഞ്ചിന്റെ ഫ്ലേവറാണ് കൂടുതൽ കിട്ടുന്നത്. സംഭവം ടേസ്റ്റ് വൈസ് ഇതിലുള്ള നമ്മൾ ചേർത്ത ഇൻഡിവിജ്വൽ സാധനങ്ങൾ ഓരോന്നും എടുത്ത് നോക്കുകയാണെങ്കിലും അതിനേക്കാളൊക്കെ ടേസ്റ്റ് സാധനം. ക്യാമറ ഒന്ന് പ്രവീൺ വാങ്ങിച്ചേ. പ്രവീണ് സ്പെഷ്യൽ ക്ലാസ്സിലാണ് കേട്ടാ. അപ്പൊ നമ്മുടെ വാമ്പിയർ ഡ്രിങ്ക് കുടിക്കാൻ പോവുകയാണ്. നീലിയ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പ്രവീൺ ഒറ്റവലി. ഇഷ്ടായില്ലേ? ശരിയാണ്. എന്താ പാലിലൊക്കെ ഇതൊരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്ക് ഒന്നും കഴിക്കണ്ട. ഫുൾ എനർജി ഡ്രിങ്ക് ആണ്. കുറച്ചല്ല, അത് കുടിക്കും. പകുതി കുടിക്കും. ഇവിടുത്തെ ഇത്ര കുടിക്കും. അനങ്ങിട്ടില്ലട്ടത് ഇത്ര കുടിക്കും. ഞങ്ങൾക്ക് കുടിക്കാലോ. ആ കുടിക്ക്.
അത് ഇവിടുന്ന് ഉടായിപ്പ്. ദേടാ, അഭിനയം ഭയങ്കര അഭിനയം. ഇറങ്ങണ അറിയണില്ല. കൊള്ളാം, എനിക്ക് ഇഷ്ടമായി. കുടിച്ചിട്ട് പോകണു ഇവിടുന്ന് ഒരു ഗ്ലാസ്. ഇത്രയായിട്ടുണ്ട്. പവർ കിട്ടും, സ്പെഷ്യൽ പവർ കിട്ടും. കണ്ണടച്ച് വലിച്ചാൽ ഇത്തിരി കൂടി. ഇത്രേ ഉള്ളൂ. ആ, ഇവിടെ മുന്തിരിയാ. തേങ്ങ കരിക്കും വെള്ളം. ഓ പൊള്ളി. പ്രവീണിന്റെ മുക്കാ ഭാഗം കുടിച്ചു. മുക്കാ ഭാഗമല്ല, പകുതി ഭാഗം. ജയിച്ചിരിക്കുന്നത്. നിക്കട്ടെ, ഞാൻ അഭിപ്രായം പറയില്ല. ഒരു ഗ്ലാസ് ഫ്രീ. ഓക്കെ, ഇനി പ്രവീണിന്റെ അടുത്ത അഭിപ്രായം ചോദിക്കാം. എങ്ങനെയുണ്ട്? എനിക്കിഷ്ടായി. ഇഷ്ടായില്ല. അയ്യോ, എനിക്ക് ഇഷ്ടായിട്ടില്ല. അയ്യോ നോക്കിയാലേ ഇഷ്ടായില്ല. എടാ, മാമ്പഴ ഡ്രിങ്ക് എനിക്ക് ഇഷ്ടായി. പക്ഷെ കുടിക്കാൻ ഇഷ്ടായിട്ടില്ല. ടേസ്റ്റ് ഇഷ്ടായി. പിന്നെ കുടിക്കാത്ത അത് കുടിച്ചാൽ ശരിയാവൂല. പേടി. സത്യം പറയല്ല, ടേസ്റ്റ് ഉണ്ട്, പക്ഷെ നല്ല പേടിയുണ്ട് കുടിക്കാൻ. അതെ, ഞാൻ കാലത്തൊന്നും കഴിച്ചിട്ടില്ല. അയ്യോ, പാലിങ്കാപ്പിയത്രം കുടിച്ചോളൂ. സംഭവം സാധനം വേറെ ലെവലായി. പക്ഷെ ഇത് നമ്മുടെ മോക്ടെയിലും കോക്ടെയിലും ഒക്കെ സെറ്റ് ചെയ്യൂലേ, അതുപോലെ ഒരു സാധനം. പക്ഷെ ആൽക്കഹോൾ ഇല്ല. കുറെ ഡ്രിങ്കുകളൊക്കെ മിക്സ് ചെയ്തിട്ട്. പക്ഷെ ഇതിൽ ആൽക്കഹോൾ ഇല്ല. നോ ആൽക്കഹോൾ വാമ്പയർ ഡ്രിങ്ക്. ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. അങ്ങനെ നമ്മളുടെ വാമ്പയർ ഡ്രിങ്ക് പരീക്ഷണം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ കുടിച്ചിട്ട് ഇപ്പൊ ഏകദേശം ഒരു മണിക്കൂറായി. നമ്മൾ എന്താണ് ഇതിന്റെ റിയാക്ഷൻ അറിയാനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. 1 മണിക്കൂറായിട്ടും പ്രശ്നങ്ങളൊന്നും ഇല്ല അല്ലെ, റിയാക്ഷൻസ് ഒന്നുമില്ല. അപ്പൊ മുകളിലൊരു പ്രസിപ്പിറ്റേഷൻ ഫോം ചെയ്തിട്ടുണ്ട്. എനിക്ക് കറക്റ്റ് എണ്ണം ഞാൻ എടുത്തിട്ടില്ല. എനിക്ക് 100-ൽ കൂടുതൽ ഡ്രിങ്ക് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. സംഭവം ഇനിയുണ്ട് കേട്ടോ കുറെ കുടിക്കാനായിട്ട്. വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ പാക്കറ്റിലേക്ക് തരാം. അപ്പൊ എന്തായാലും സംഭവം വെറൈറ്റി സാധനമായി. ആരും തന്നെ വീട്ടിൽ പരീക്ഷിക്കണ്ട. പരീക്ഷിച്ച് കഴിഞ്ഞാൽ ചിലപ്പോ പണി കിട്ടും കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, ആരും തന്നെ പരീക്ഷിക്കാൻ നിൽക്കണ്ട. ജസ്റ്റ് ഒരു ഫൺ. ഇല്ല, നമ്മ എല്ലാം ഒഴിച്ചിട്ടുണ്ട്. ഇല്ല, നമ്മ എല്ലാ സാധനവും ഒഴിച്ചിട്ടുണ്ട്. ഇല്ലേ, എല്ലാം ഒഴിച്ചിട്ടില്ലേ? ഏതാണ് ഏതൊഴിക്കാത്ത? എന്തൊരു സംഭവം എന്നിട്ടാ? ആരായിരിക്കും? എന്നിട്ടാ നീ ഒന്ന് ബാക്ക് ഇറങ്ങിയോട്ടെ. നിന്റെ അവിടെ എന്തോ പൊന്തിക്കണേ. എന്തുട്ടാ അപ്പുറത്തുണ്ടാ? ഏടാ, അത് കുപ്പിയല്ല, അത് വേറെ കുപ്പിയാ. അവന് സമ്മാനം കിട്ടിയ പൈസ ഉണ്ടാ കൊടുക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇവനെല്ലാണ്ട് ഞാൻ കണ്ടില്ല, നീ കണ്ടല്ലേ സംഭവം. എന്തായാലും നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ നേരമായിക്കാണ്. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഒരു ഫൺ വീഡിയോ ആയിട്ട് മാത്രം എടുത്താൽ മതി. നമുക്ക് ഒരു ആഗ്രഹം തോന്നി, അതുകൊണ്ട് നമ്മൾ ചെയ്തതാണ്. ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാനായിട്ട്. ഇതുവരെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഭാവിയിൽ അറിയിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, വീഡിയോ ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾക്ക് കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. പ്രതീക്ഷയിലേക്ക് ടീം